ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് അറിയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ വീടിൻ്റെ മുറ്റം തന്നെയാണ്. എന്താണെന്ന് അറിയാമോ? മുറ്റത്ത് കുറേ സ്ഥലമുണ്ട്. ഇവിടെ ഇരുന്നാൽ ഞങ്ങൾക്ക് പലതരം കാഴ്ചകൾ കാണാം. കൂട്ടായി ഞങ്ങളുടെ പെറ്റ് റോസിയുണ്ട്. ഒരു മീൻകുളമുണ്ട്. അതിലെ മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഇതിൽ ആമ്പൽപ്പൂക്കളും ഉണ്ടാകാറുണ്ട്. രണ്ട് വേപ്പുമരമുണ്ട്. വലിയ പേരമരമുണ്ട്. അതിൽ നിറയെ പേരക്കകളാണ്. മാവിൽ നിറയെ മാങ്ങകൾ ഉണ്ടാകാറുണ്ട്. ആമ്പൽക്കുളം മാത്രമല്ല, തുമ്പിക്കുളമാണ്. ഇതിൽ തുമ്പികൾ വിരിഞ്ഞുറങ്ങാറുണ്ട്. വിരിഞ്ഞിറങ്ങിയ തുമ്പിലാവയാണ്. തുമ്പിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ? തേൻ നുകരാൻ തേനീച്ചകൾ വരാറുണ്ട്. ഇവിടെയുള്ള ചെടികൾ പലതരം പൂമ്പാറ്റകളുടെ ഹോസ്റ്റ് പ്ലാന്റ് ആണ്. ഇത് അരളി ശലഭത്തിന്റെ പൂമ്പാറ്റപ്പുഴുവാണ്. ചോക്ലേറ്റ് ഫാൻസി പൂമ്പാറ്റയുടെ ഹോസ്റ്റ് പ്ലാന്റ് ആണ്. ഈ നാരകക്കാളി, നാരകശലഭം, കൃഷ്ണശലഭം എന്ന പൂമ്പാറ്റകളുടെ ഹോസ്റ്റ് പ്ലാന്റ് ആണ്. പനി വണ്ണാൻ പൂമ്പാറ്റയുടെ പുഴു കാണിച്ചു തരട്ടെ. ഇവിടെ 2 കണിവണ്ണൻ പൂമ്പാറ്റയുടെ പുഴു കിട്ടിയിട്ടുണ്ട്. ഈ ചെത്തി ഇരുതലച്ചി പൂമ്പാറ്റയുടെ ഹോസ്റ്റ് പ്ലാന്റ് ആണ്. ഒരു കള്ളക ചെടിയുണ്ട്. അതിൽ ശലഭത്തിന്റെ പുഴുണ്ട് എന്ന് പറയുന്ന ഈ ചെടിയിൽ കൊമ്പൻ റോസ്, ഗരുഡ ശലഭം എന്നിവ പൂമ്പാറ്റയുടെ നാട്ടുറോസ് എന്നിവ പൂമ്പാറ്റയുടെ ഹോസ്റ്റ് പ്ലാന്റ് ആണ്. ഇതാണ് നാട്ടുറോസ് പൂമ്പാറ്റയുടെ പുഴു. ഈ തക്കാളി ചെടി കണ്ടോ? ഈ മുളക് ചെടിയിൽ നിറയെ പഴുത്തമുണ്ട്. ഈ അടിയും പൂക്കൾ കണ്ടോ? ഈ ചെടികൾക്ക് 15 വർഷം പഴക്കമുണ്ട്. ഈ മുറ്റത്ത് പല വൃക്ഷത്തൈകളും നട്ടിട്ടുണ്ട്. എത്ര ഭംഗിയാണെന്ന് നോക്കൂ. മുറ്റത്ത് കുറെ ഔഷധ ചെടികളും ഉണ്ട്. പനിക്കൂർക്ക, തുമ്പ, കേശവർധിനി, തുളസി. ഇതിന്റെ ഇലയ്ക്ക് നല്ല മണമുണ്ട്. തലവേദന വരുമ്പോൾ ഞങ്ങൾ ഇതിന്റെ നീര് തലയിൽ തേക്കും. ഒരു വേദന സംഹാരിയാണ്. ഇതാണ് ഞൊട്ടാനൊടിയിൽ അല്ലെങ്കിൽ ഈ ഗോൾഡൻ ബറി. ഇതിന്റെ കാലുകൾക്ക് നല്ല രസമാണ്. ഇത് തിന്നാൻ പറ്റും. നല്ല പുളിയും മധുരമാണ്. കറ്റാർവാഴയാണ്. ഇത് മൽബറി മരമാണ്. ഇതിൽ മൽബറിയും ഉണ്ട്. മുറി കൂട്ടി ഞങ്ങളുടെ കാലുമേൽ പരിക്ക് പറ്റുമ്പോൾ ഞങ്ങൾ ഇതിന്റെ നീര് കാലുമേൽ വരട്ടും. ഇതാണ് തുളസി. ചെടിയാണ്. ഇതാണ് പൂവാങ്കോമ്പൽ. ഈ ചെടി ഞങ്ങൾ തലയിൽ എണ്ണ കാച്ചി തേക്കാറുണ്ട്. പാടത്താളി. ഇത് ഞങ്ങൾ താളിയായി ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഒരു അരയാൽ ചെടിയുണ്ട്. പൂക്കൾ എത്ര ഭംഗിയാണെന്നോ? ഇത് ഞാൻ നട്ടതാണ്. നല്ല ഭംഗിയുള്ള ചെടികൾ. നല്ല ഭംഗിയുള്ള പൂമ്പാറ്റ. ഭയങ്കര മഴ പെയ്യുമ്പോൾ ഞങ്ങൾ മുറ്റത്ത് കളിക്കാറുണ്ട്. ഈ മുറ്റത്ത് നിന്ന് ഞങ്ങൾക്ക് വിവിധ തരം പക്ഷികളെ കാണാൻ പറ്റും. കൊക്ക്, മരംകൊത്തി, മയില്, മണ്ണാത്തിക്കിളി, അടയ്ക്കാക്കിളി, തൊപ്പിക്കിളി, തേൻകുരുവി, തുന്നാലിൻകുരുവി, തത്ത, മുളന്തത്ത, മൈന, ചെമ്പോത്ത് എന്നിവ കാണാൻ കഴിയും. പലതരം കിളികളുടെ കൂടുകളും കാണാൻ കഴിയും. ഇപ്പോൾ ഇതിൽ കിളികളില്ല. മുട്ടകൾ വിരിഞ്ഞു പോയ കൂടാണ്. ഞങ്ങൾ തൊപ്പിക്കിളിയുടെ മുട്ട കണ്ടിട്ടുണ്ട്. നല്ല ചുവന്ന നിറത്തിലുള്ള മുട്ടയാണ്. ഇവിടെ ഇരുന്നാൽ പലതരം പൂമ്പാറ്റകളെയും പൂപ്പകളെയും കാണാം. ഗരുഡ ശലഭം, ക്രിംസൺ റോസ്, നാട്ടുറോസ്, നാരകക്കാളി, നാരകശലഭം, പൊട്ടുവെള്ളാട്ടി, കൃഷ്ണശലഭം, ഗരുഡശലഭം, തീച്ചിവകൻ, വായനശലഭം, ഇരുതലച്ചി, വയങ്കതൻ, നീലക്കുടുക്ക, നിറവാലൻ ശലഭം, വൻചട്ടശലഭം, മഞ്ഞപ്പാപ്പാത്തി തുടങ്ങിയ വിവിധ തരം പൂമ്പാറ്റകളെ കാണാൻ കഴിയും. ഈ കാണുന്നത് ഗരുഡശലഭത്തിന്റെ പ്യൂപ്പയായി മാറുന്നതാണ്. ഈ മുറ്റത്താണ് ക്രിസ്തുമസിന് പുൽക്കൂട് ഒരുക്കാവ്. പെരുന്നാളായാൽ ഞങ്ങൾ ഇവിടെ പടക്കങ്ങൾ പൊട്ടുകയും മാലബൾബ് ഇടുകയും ചെയ്യാറുണ്ട്. മാലബൾബ് ഇടുകയും ചെയ്യാറുണ്ട്. മുറ്റത്ത് നിന്നാൽ പൂരവും പെരുന്നാളും കാണാം. ഈ മുറ്റത്ത് നിന്നാൽ കോവേ
ഈ മുറ്റത്ത് നിന്ന് കുരങ്ങനെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മുറ്റത്ത് കട്ടുവിരിക്കാൻ സഹായിച്ച ഞങ്ങളാണ്. കുറേ തവണ ഞങ്ങൾ മഴവില്ലും കണ്ടിട്ടുണ്ട്. എൻ്റെ കുട്ടി വ്ലോഗ് ഇഷ്ടമായോ? ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.